അപ്പോൾ നമുക്ക് ഒരു 2 മാങ്ങ കിട്ടിയപ്പോൾ ഞാനത് അങ്കമാലി മാങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ചേർക്കണത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മാങ്ങയുടെ അളവനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കുക. പിന്നെ 1 സ്പൂണ് ചൊറുക്കിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാതും കൂടി മാങ്ങ നന്നായി തിരുമ്പി യോജിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ചട്ടി വെച്ച് അതിലേക്ക് ഞാനൊരു വലിയ സബോള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഒരു 4 പച്ചമുളക് നടുകെ കീറിയിട്ടത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേപ്പില. ഇതെല്ലാം കൂടി നന്നായി തിരുമ്പി യോജിപ്പിക്കാം. ഈ നന്നായി തിരുമ്പി യോജിപ്പിക്കലാണ് ഈ അങ്കമാലി മാങ്ങാക്കറിയുടെ പ്രത്യേകത. നന്നായി തന്നെ തിരുമ്പി അതിലത്തെ സബോളയിലത്തെ വെള്ളമൊക്കെ അങ്ങോട്ട് വരണം. അപ്പോൾ ഇത്തിരി ശക്തി ഉപയോഗിച്ച് തന്നെ നന്നായി തിരുമ്പണം. അങ്ങനെ തിരുമ്പുമ്പോൾ ഈ ചെറിയ പിള്ളേർക്കൊക്കെ തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ കൈ നീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ മതി. ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കണില്ല. എനിക്കിങ്ങനെ ഇതൊക്കെ ചെയ്ത് നല്ല ശീലമാണ്. അപ്പോൾ നന്നായി തിരുമ്പി ഉടയ്ക്കണം. ഈ സബോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഒക്കെ അങ്ങോട്ട് നമ്മുടെ കയ്യിൽ കിടന്ന് അങ്ങോട്ട് ഞെരടി നല്ല സോഫ്റ്റായി വരണം ഈ സബോള. അതാണ് ഈ അങ്കമാലി മാങ്ങാക്കറിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ നന്നായി ഇളക്കി ഇങ്ങനെ തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ 2/2 പാലാണ് ഞാൻ എടുക്കുന്നത്. 2/2 പാൽ ഒഴിക്കണം. ഒരു നാളികേരം എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഒരു പകുതി വലിയ നാളികേരം എടുത്താലും മതി. അപ്പോൾ എൻ്റെ നാളികേരം എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരുന്നു. അതുകൊണ്ട് ഞാനൊരു നാളികേരം എടുത്തിട്ട് അതിൻ്റെ പകുതി ആ നാളികേരം മുഴുവൻ എടുത്തു. അതിൻ്റെ 2/2 പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. തിളച്ചതിന് ശേഷം വേണം മാങ്ങിയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് അതിൽ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഈ കറി ഞങ്ങളുടെ വീട്ടിൽ വലിയ ഇഷ്ടമാണ്. മാങ്ങക്കറി എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്കമാലി മാങ്ങക്കറി വെച്ചാൽ മതി എന്ന് പറയും മക്കൾ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാങ്ങിയിട്ട് കൊടുക്കാം. മാങ്ങിയിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് മൂടിയിട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റ് തന്നെ വേണ്ടു. മാങ്ങ വേഗം വേവും. അപ്പോൾ നമുക്ക് മൂടി കൊടുക്കാം. അപ്പോൾ മാങ്ങ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തമ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ കറി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമുക്ക് ചോറുണ്ണാൻ തോന്നുന്ന ഒരു കറിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ മീൻ വറുത്തതാ, പപ്പടം കാച്ചി, മീൻ കൂട്ടാത്തവർക്ക് പപ്പടം കാച്ചിയതാ, ഇറച്ചിക്കറിയൊക്കെ ഇതിന് മാച്ചാണ്. തോരൻ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കുമ്പോൾ എൻ്റെ കറിയിൽ പാകമാണ്. അങ്ങനെ അല്ലാത്തൊരു ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ കറി എന്തിനു ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പോലെയാണ്. മാങ്ങക്കറി ഒരെണ്ണം കൂട്ടുകറിയായിട്ട് വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ തോരനോ ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഒരു ചട്ടി വെച്ച് ഇതിനൊരു താളിപ്പ് ശരിയാക്കാണ്. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 10-15 ചെറുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുള്ളിയുടെ കണക്ക് ഇപ്പോൾ ഒരു 5-6 ചെറുള്ളി ഇട്ടാലും മതി. പക്ഷേ എനിക്ക് ചെറുള്ളി അധികം ഇട്ടിട്ട് കാച്ചണതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് ഒരു 15 ചെറുള്ളി ഇട്ടുണ്ട്. അത് ആയി വരട്ടെ.
നന്നായി തന്നെ അത്യാവശ്യം മൊരിഞ്ഞ് വരും വേണം. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അത്ര നല്ല കറിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. 2 മാങ്ങ കിട്ടിയാൽ നമുക്ക് അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഉള്ളി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ മാങ്ങക്കറിയിൽ കിടന്നിട്ട് ഈ വറ്റൽമുളക് ഇങ്ങനെ അവസാനം നമ്മളതിങ്ങനെ തിരുമ്പി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചോറിന്. അപ്പോൾ അത് അതിൽ കിടന്നിട്ട് നന്നായി വറവ് പോലെയായി വരട്ടെ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്നും ഉരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ പുളിയൊക്കെ ആയിട്ട് ഈ വറ്റൽമുളക് അതിൽ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഇഷ്ടമാവും, ചിലരെടുത്ത് കളയും. എനിക്ക് ആ മുളക് പിന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ മാങ്ങക്കറിയിൽ ഇങ്ങനെ കിടന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ആ മുളക് കഴിക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം